അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപ്പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നൂസിലു ബിൽ മുനാസിബി തിൽക ദാലിക. അപ്പൊ താഴെ 6ഓളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊന്നും പൂർത്തിയാക്കിയിട്ടല്ല നൽകിയത്. അവിടെ ഏതാണോ യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും അത് എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് ഡാഷ് ഷജറത്തുൻ എന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, താ വന്നാൽ അവസാനം താ വന്നാൽ അത് സ്ത്രീലിംഗമാണ്, അല്ലെങ്കിൽ അത് പുല്ലിംഗമാണ്, പുരുഷൻ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ തിൽക്ക എന്നും ദാലിക്ക എന്നുമാണ് തന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ദാലിക്ക എന്നുള്ളത് പുല്ലിംഗത്തിനും തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനുമാണ് ഉപയോഗിക്കുക. അപ്പൊ സ്ത്രീലിംഗമാണോ അല്ലേ എന്ന് മനസ്സിലാക്കുക. അവസാനത്തിൽ ത ഉണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണ്, ത ഇല്ലെങ്കിൽ അത് എന്താണ്, പുല്ലിംഗമാണ്. അപ്പം ഇവിടെ ഷജറത്തുൻ എന്നാണ് നൽകിയത്, മരം അല്ലെ. അപ്പൊ അവിടെ എന്താണ് വേണ്ടത്, തിൽക്ക എന്നാണ്. തിൽക്ക എന്നുള്ളതിന്റെ അർത്ഥം അത് എന്നാണ്. അപ്പൊ തിൽക്ക ഷജറത്തുൻ, അത് മരമാണ്. അപ്പൊ അവിടെ തിൽക്ക എന്നാണ് നൽകേണ്ടത്. രണ്ടാമത്തത് റാലിക്ക. റാലിക്ക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. കാരണം സഫർജലുൻ എന്നുള്ളതിന്റെ അവസാനം താ വന്നിട്ടില്ല അല്ലെ. അപ്പൊ അതെന്താണ്, പുല്ലിംഗമാണ്. താ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമായിരിക്കും, താ വന്നിട്ടില്ലെങ്കിൽ അത് എന്താണ്, പുല്ലിംഗമാണ്. അപ്പൊ പുല്ലിംഗത്തിന് നൽകേണ്ടതാണ് എന്ത്, റാലിക്ക എന്നുള്ളത്. അപ്പൊ അവിടെ റാലിക്ക സഫർജലുൻ, അത് സഫർജലാണ്. അപ്പൊ നമ്മൾ സഫർജൽ എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ റാലിക്ക സഫർജലുൻ, അതെന്താണ്, സഫർജലാണ്. തിൽക്ക എന്നാണെങ്കിലും റാലിക്ക എന്നാണെങ്കിലും അർത്ഥം ഒരേപോലെയാണ്. എന്താണ് അർത്ഥം, അത് എന്ന് തന്നെയാണ്. പക്ഷേ തിൽക്ക എന്നുള്ളത് സ്ത്രീലിംഗത്തിനും റാലിക്ക എന്നുള്ളത് പുല്ലിംഗത്തിനും ആണ് ഉപയോഗിക്കുക. അത് മാത്രമാണ് വ്യത്യാസം. ഇനി മൂന്നാമത്തത് ഡാഷ് ലിവാ ഉൻ. ലിവാ ഉൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പതാക അല്ലെ. അപ്പൊ അവിടെ ലിവാ ഉൻ എന്നുള്ളതിന്റെ അവസാനം എന്ത് വന്നിട്ടില്ല, താ വന്നിട്ടില്ല. അതുകൊണ്ട് അതെന്താണ്, പുല്ലിംഗമാണ്. അപ്പൊ അവിടെ കൊടുക്കേണ്ടത് എന്താണ്, റാലിക്ക എന്നുള്ളതാണ്. റാലിക്ക ലിവാ ഉൻ, അത് പതാകയാണ്. ഇനി നാലാമത്തത് മഷായത്തുൻ. അവസാനം താ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. അപ്പൊ അവിടെ നൽകേണ്ടത് തിൽക്ക. അപ്പൊ തിൽക്ക മഷായത്തുൻ. മഷായത്തുൻ എന്നതിന്റെ അർത്ഥം എന്താണ്, വാക്കർ. ഈ സുഖമില്ലാത്ത, കാലിന് സുഖമില്ലാത്തവരൊക്കെ ഇങ്ങനെ പിടിച്ചു നടക്കുന്ന ഒരു ഉപകരണമുണ്ട്, അതിനാണ് എന്ത് പറയാ, മഷായത്തുൻ. അപ്പൊ തിൽക്ക മഷായത്തുൻ, അത് എന്താണ്, വാക്കറാണ്. അപ്പൊ അവിടെ സ്ത്രീലിംഗമായതുകൊണ്ട് അവിടെ എന്ത് വന്നു, തിൽക്ക എന്ന് വന്നു. ഇനി അഞ്ചാമത്തത് കാറൂറത്തുൻ, അതിന്റെ അവസാനവും ത വന്നു. അപ്പൊ അതെന്താണ്, സ്ത്രീലിംഗമാണ്. അപ്പൊ അവിടെ നൽകേണ്ടത് തിൽക്ക. തിൽക്ക കാറൂറത്തുൻ, അത് എന്താണ്, കാറൂറത്തുൻ എന്നുള്ളതിന്റെ അർത്ഥം കുപ്പി എന്നാണ്. അപ്പൊ തിൽക്ക കാറൂറത്തുൻ, അത് കുപ്പിയാണ്. ഇനി അവസാനത്തത് റാലിക്ക എന്നുള്ളതാണ്. കാരണം ജഅഫറാൻ എന്നുള്ളതിന്റെ അവസാനം ത വന്നിട്ടില്ല. അപ്പൊ അവിടെ ജഅഫറാനുൻ എന്നതിന്റെ മുന്നേ കൊടുക്കേണ്ടത് എന്താണ്, റാലിക്ക എന്നാണ്. റാലിക്ക ജഅഫറാനുൻ, അത് കുങ്കുമമാണ്. ജഅഫറാൻ എന്ന് പറഞ്ഞാൽ കുങ്കുമം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. നുൻഷിഉൽ അസ്ഇലത കമാ ഫിൽ മിസാലി. ചോദ്യം നിർമ്മിക്കാം ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. അപ്പൊ ഉദാഹരണത്തിൽ തന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യം നിർമ്മിക്കണം. ഒന്നുമില്ല, ഓരോന്നിനും 3 മാർക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നിർമ്മിക്കാനുള്ളത്. ഒന്നാമത്തെ എന്താണ്, അവിടെ സ്ലേറ്റ് ആണ് കൊടുത്തത് അല്ലെ. മാ ഹാദ. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ. മാ ഹാദ, ഇത് എന്താണ്. മാ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് എന്നുള്ളതാണ് ആ മാ എന്നതിന്റെ അർത്ഥം. അപ്പൊ മാ ഹാദ എന്നതിന്റെ അർത്ഥം ഇത് എന്താണ്. അപ്പൊ അതൊരു ചോദ്യമാണ് അല്ലെ. അവിടെ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്, ആ ഫോട്ടോ നോക്കിയിട്ടാണ് ചോദിക്കുന്നത് ഇത് എന്താണ്. അപ്പൊ നമ്മൾ ഉത്തരമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്, ഹാദാ ലൗഹുൻ, ഇത് സ്ലേറ്റ് ആണ്. അതുപോലെ ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് വന്നത്, ആദ്യം ഉത്തരമാണ് നൽകിയത്, നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ നിർമ്മിക്കണം. അപ്പൊ അവിടെ ഉത്തരമായിട്ട് തന്നത് ഹാദിഹി ഷംസിയത്തുൻ, ഇത് എന്താണ്, കുടയാണ്. അപ്പം ഈ ഷംസിയത്തുൻ എന്ന് വന്നത് കൊണ്ട് അത് സ്ത്രീലിംഗമാണ് അല്ലെ, അവസാനം ത വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ
ചോദ്യവും എന്താക്കി മാറ്റണം, സ്ത്രീലിംഗത്തിന്റെ രൂപത്തിലാക്കി മാറ്റണം. അപ്പൊ അവിടെ എന്ത് കൊടുത്താൽ മാത്രം മതി, ഒരു മാ എന്ന് കൊടുത്താൽ മതി. ഹാദിഹി എന്ന് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ മാ ഹാദിഹി അതാണ് നമ്മൾ ചോദ്യമായിട്ട് നിർമ്മിക്കാനുള്ളത്. മാ ഹാദിഹി, അതിന്റെ അർത്ഥം എന്താണ്, ഇത് എന്താണ്. ഉത്തരം ഹാദിഹി ഷംസിയത്തുൻ, ഇത് കുടയാണ്. അതുപോലെ താഴെ ഒരു ഫുട്ബോൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഫുട്ബോളിന് പറയുന്നത് ഖുറത്തുൻ എന്നാണ്. അപ്പൊ ഈ ഖുറത്തുൻ എന്നുള്ളതിന്റെ അവസാനം താ വന്നിട്ടുണ്ട്. അപ്പം താ വന്നത് കൊണ്ട് അവിടെ ചോദ്യം നിർമ്മിക്കുമ്പോൾ അവിടെ എന്ത് നൽകണം, ഹാദിഹി. അപ്പൊ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ മേലെ പറഞ്ഞു ദാലിക എന്നുള്ളത് പുരുഷനാണ് ഉപയോഗിക്കുക, തിൽക്ക എന്നുള്ളത് സ്ത്രീക്കാണ് ഉപയോഗിക്കുക അല്ലെ. അതുപോലെ തന്നെ ഹാദ ഹാദിഹി, ഹാദ എന്നുള്ളത് പുരുഷനാണ് ഉപയോഗിക്കുക, ഹാദിഹി എന്നുള്ളത് എന്താണ്, സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീലിംഗം ആണോ അല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വാക്കിന്റെ അവസാനം നോക്കിയാൽ മതി. താ ഉണ്ടെങ്കിൽ അത് സ്ത്രീലിംഗമാണ്, താ ഇല്ലെങ്കിൽ അത് പുല്ലിംഗമാണ്. അപ്പൊ താ ഉള്ളതിന് മൊത്തം ആദ്യം എന്ത് കൊടുക്കണം, ഹാദിഹി എന്നാണ് കൊടുക്കേണ്ടത്. താ ഇല്ലാത്തതിന് ഹാദ എന്നാണ് നൽകേണ്ടത്. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഹാദിഹി ഖുറത്തുൻ, ഉത്തരം ആയിട്ട് തന്നത് എന്താണ്, ഹാദിഹി ഖുറത്തുൻ, ഇത് ഫുട്ബോൾ ആണ്. അപ്പൊ ചോദ്യം ആയിട്ട് നമ്മൾ നിർമ്മിക്കാനുള്ളത് എന്താണ്, മാ ഹാദിഹി. മാ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്. ഇനി അവസാനത്തെ മൂന്നാമത്തെ ചോദ്യം, ഹാദാ മിർസമുൻ, ഇത് പെൻസിലാണ്. മിർസമുൻ എന്ന് പറഞ്ഞാൽ പെൻസിലാണ്. അപ്പൊ ചോദ്യമായിട്ട് നമ്മൾ നിർമ്മിക്കാനുള്ളത് എന്താണ്, മാ ഹാദ, ഇത് എന്താണ്. അപ്പൊ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രവർത്തനം ചോദ്യം നിർമ്മിക്കാനാണ്. അപ്പം ഒന്നാമത്തതിന്റെ ഉത്തരം മഹാദിഹി, രണ്ടാമത്തത് മഹാദിഹി, മൂന്നാമത്തത് മഹാദ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നുജീബു ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തത് മാ ദാലിക, അത് എന്താണ്. അതിന്റെ അടിയിൽ ഒരു ഫോട്ടോ നൽകിയിട്ടുണ്ട്. എന്താണത്, ദാലിക ഹിലാലുൻ, അത് ഹിലാലുൻ. ഹിലാൽ എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രൻ എന്നാണ് അർത്ഥം. അപ്പൊ ദാലിക ഹിലാലുൻ, അത് എന്താണ്, അർദ്ധചന്ദ്രനാണ്. ദാലിക എന്ന് പറഞ്ഞാൽ അത് എന്നാണ്, ഹിലാലുൻ എന്ന് പറഞ്ഞാൽ അർദ്ധചന്ദ്രൻ. ഇനി മാ തിൽക്ക, സെയിം അർത്ഥം തന്നെയാണ്. മാ തിൽക്ക, അത് എന്താണ്. തിൽക്ക ഹവാമത്തുൻ, അത് ഹെലികോപ്റ്റർ ആണ്. മൂന്നാമത്തത് മാ തിൽക്ക, അത് എന്താണ്. തിൽക്ക സയ്യാറത്തുൻ, അത് എന്താണ്, തിൽക്ക സയ്യാറത്തുൻ, അത് കാറാണ്. അതുപോലെ മാ തിൽക്ക, അത് എന്താണ്. തിൽക്ക ധാറുൻ, അത് വീടാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം നുവഫിഖു. താഴെ 8ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നിനോടും യോജിച്ചത് മൂന്നാമത്തെ ബോക്സിലുണ്ട്. ഓരോന്നിനും യോജിച്ചത് എന്താക്കുക, ആ ബോക്സിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം ഫനസുൻ. അപ്പൊ ഫനസുൻ എന്നുള്ളതിനോട് യോജിച്ചത് എന്താണ്, മൊബൈൽ ഫോൺ എന്നാണോ, കൊട്ട എന്നാണോ, നിസ്കാരപ്പായ എന്നാണോ, കാബേജ് എന്നാണോ, ചക്ക എന്നാണോ, വിത്ത് എന്നാണോ, കോണി എന്നാണോ, കപ്പൽ എന്നാണോ. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫനസുൻ എന്ന് പറഞ്ഞാൽ ചക്ക, രണ്ടാമത്തത് സുല്ലത്തുൻ കോണി, മൂന്നാമത്തത് ജവ്വാലുൻ മൊബൈൽ ഫോൺ, നാലാമത്തത് സല്ലത്തുൻ കൊട്ട, അഞ്ചാമത്തത് സഫീനത്തുൻ കപ്പൽ, ആറാമത്തത് മൽഫൂഫുൻ കാബേജ്, ഏഴാമത്തത് സജ്ജാദത്തുൻ നിസ്കാരപ്പായ, എട്ടാമത്തത് ഹബ്ബത്തുൻ വിത്ത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം നുതർജിമു. എന്ത് ചെയ്യുക, താഴെ കൊടുത്ത അറബികൾക്ക് അർത്ഥം എഴുതുക. ഒന്നാമത്തത് ദാലിക ഗിനബുൻ ഹുൽവുൻ, അതിന്റെ അർത്ഥം എന്താണ്, അത് മധുരമുള്ള മുന്തിരിയാണ്. രണ്ടാമത്തെ ചോദ്യം ഹാദാ അൻഫി, ഇത് എന്റെ മൂക്കാണ്. ഇനി ഏറ്റവും അവസാനം ആറാമത്തെ പ്രവർത്തനം നുഅരിബ്, അറബിയിലാക്കാനാണ്. ഇത് എന്റെ പേനയാകുന്നു. അപ്പൊ അതിന്റെ അറബി എങ്ങനെ വരും, ഹാദാ ഖലമീ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.